നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി മറ്റാരുമായിരുന്നില്ല, മനോജ് കെ ജയൻ. അദ്ദേഹത്തിൻ്റെ അഭിനയ രേഖയിലൂടെയുള്ള സംഭാഷണം വർത്തമാനം ഈ എപ്പിസോഡിലും തുടരുകയാണ്. പക്ഷെ മനോജ് ഇതുപോലെ ഒരുപാട് സൂപ്പർ സ്റ്റാറുകളെ ഞെട്ടിച്ചിട്ടുണ്ട്. എങ്ങനെ? അഭിനയത്തിലൂടെ. മനോജ് മുരളി നടൻ നമ്മുടെ കൂടെ ഇല്ല എങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അന്നത്തെ അഭിനയത്തിൻ്റെ പാതി മനോജിൻ്റെ അഭിനയമായിരുന്നു. അദ്ദേഹത്തെ പോലൊരു മഹാനടൻ്റെ കൂടെ നിൽക്കുമ്പം ആ ഒരു ഇൻസ്പിറേഷനിലൂടെയാണ് ഞാൻ അദ്ദേഹത്തിനോട് ഈ കഥാപാത്രമൊക്കെ ചെയ്യുമ്പോൾ. ഇതും വെങ്കലം പോലുള്ള ഏറ്റവും എൻ്റെ മഹത്തരങ്ങളായ സിനിമ. മുരളിയായിട്ട് മത്സരിക്കുകയായിരുന്നു. മത്സരത്തിന് നിൽക്കാറില്ല. ഭരതേട്ടൻ്റെ സിനിമകളിൽ നമുക്ക് അതിനുള്ള ഒരു കാര്യങ്ങളില്ല. കാരണം ഭരതേട്ടൻ നമ്മളങ്ങ് വിടുകയാണ്, ഒരു ആക്ടറെ അങ്ങ് വിടുന്ന രീതിയാണ്, അഴിച്ചു വിടുക എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ സാർ അത് മാത്രം തിരുത്തും. അല്ലാതെ ഇന്ന പോലെ ചെയ്യും, ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് അഭിനയിപ്പിക്കുന്ന ആളല്ല. ഒരു സീൻ നമ്മൾ വായിച്ച് ഞാൻ ഇനി നമുക്ക് ചെയ്യാടാ, നീ അങ്ങ് നോക്ക്, സാധനം നമുക്ക് ചെയ്തിട്ട് ബാക്കി ടേക്ക് പോകാമെന്ന് പറയും. അങ്ങനെ ഒരു 4-5 പേജുള്ള സീനൊക്കെ ഒറ്റ ടേക്കിലൊക്കെ എടുത്ത് കളയും. മുരളിക്കൊപ്പം കടപിടിച്ച് നിൽക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും മനോജ് അല്പം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഭയങ്കര ആക്ടറല്ലേ. മറ്റതൊക്കെ ഞാനും വിനീതും മാത്രമല്ലേ ഉള്ളൂ. ഹരൻ സാറിനെ പോലുള്ള വലിയ ഒരു ദൈവ എന്താ പറഞ്ഞ എൻ്റെ ഗുരുനാഥനോട് നിൽക്കില്ല, ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതല്ല, ഇത് നമ്മൾ കളിച്ച് തന്നെ നേടണം. മനോജിനെ എങ്ങനെ ഒരു നടൻ നിലയിൽ സ്ഫുടം ചെയ്തെടുത്ത പടങ്ങൾ അതൊക്കെ. എൻ്റെ കുട്ടൻ തമ്പുരാൻ എന്ന് പറഞ്ഞ ഇമേജ് പൊളിച്ച് ആ ഒരു കൊട്ടം പൊളിച്ച് വെളിയിൽ വന്ന സാധനം ചമയത്തിലേക്ക് ആയിട്ടാണ്. ഈ സിനിമയിൽ ഒരുപക്ഷെ ഞാൻ അത്തരം തമ്പുരാൻ പോലത്തെ കഥാപാത്രങ്ങൾ ഒതുങ്ങി, ഒരു പിക്യോലിയർ കഥാപാത്രങ്ങൾ ഒതുങ്ങി ഞാൻ വേറൊരു വഴി കൂടെ ആയിപ്പോയനെ. പക്ഷേ അത് മുഴുവൻ പൊളിച്ചടുക്കി കൈ തന്നു. ഒരാൾക്ക് എന്തോ പറയാനുണ്ട്, ആളെ പരിചയം ഉണ്ടാവും വേണമെങ്കിൽ മനോജിന്. പിന്നെ മലയാളികൾ ഇപ്പോഴും റിലേറ്റ് ചെയ്യുന്ന ചമയത്തിലെ രാജഹംസമേ എന്ന് പറഞ്ഞ പാട്ട്, അത് പറഞ്ഞിട്ടാണ്. മനോജേട്ടൻ്റെ കൂടെയും മുരളിച്ചേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ. എനിക്ക് തോന്നുന്നു യു വെ ബിറ്റ് ഷൈ ആ സമയത്ത്, മുരളിച്ചേട്ടനുമായിട്ടൊക്കെ ഉള്ള ആ ഡാൻസിൻ്റെ സമയത്തൊക്കെ. സിത്താര അന്ന് തമിഴിലൊക്കെ ഭയങ്കര ബ്രില്യൻ ആക്ട്രസ്സായിട്ട് നിൽക്കുന്ന സമയത്ത് മലയാളത്തിലേക്ക് വരുന്നത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. സിത്താരയാണ് എൻ്റെ ഹീറോ എന്ന് ഞാൻ പറഞ്ഞപ്പം. രഞ്ജിതയുണ്ട്, പക്ഷേ അത് സിസ്റ്റർ ക്യാരക്ടറാണ്. രാജഹംസം എന്നുള്ള സോങ് ഒരു രക്ഷയില്ല, അസാധ്യ സോങ്ങാണ്. ചിത്ര ചേച്ചിക്ക് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സോങ്ങാണ് രാജഹംസമേ. അതിൻ്റെ പകുതി ഷൂട്ടും മദ്രാസിൽ മോഹൻ സ്റ്റുഡിയോയിലായിരുന്നു, പകുതി ഇവിടെ ചാവക്കാടും അങ്ങനെയൊക്കെ ആയിരുന്നു. ഏറ്റവും നല്ല സോങ് അല്ലേ. അന്തിക്കടപ്പുറത്തൊക്കെയുള്ള പാട്ടിലേക്ക് ഒരു പക്ഷേ പാട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു നിരാശയായിരിക്കും. പിന്നെ ചമയം അന്തിക്കടപ്പുറത്ത് എന്നുള്ള പാട്ട് എൻ്റെ ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജിൽ പാട്ടുണ്ട്. ഏറ്റവും വലിയ അമൂല്യമായ ഒരു നിധി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു പാട്ടാണ്. കാരണം ഇതിനെ വെല്ലാൻ ഒരു പാട്ട് ഇനിയും പിറക്കേണ്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ മീൻസ് അങ്ങനത്തെ പാട്ടല്ല, ഒന്ന് കള്ളൊക്കെ അടിച്ച് മീനിങ്ങി തകർക്കാൻ പറ്റിയ പാട്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അപ്പുറത്ത് വേറെ പാട്ടില്ല. കള്ള് പാട്ട് എന്ന് വേണം. ഈ മദ്യപാന സദസ്സുകളിലൊന്നും മനോജ് സജീവമല്ലല്ലോ. ഒരിക്കലുമല്ല. പിന്നെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പലരും ഫോൺ വിളിച്ച് ഒക്കെ പറയാറുണ്ട്. ഈ ന്യൂ ഇയർ സമയത്തൊക്കെ എന്നെ വിളിക്കും, ചേട്ടാ ഞങ്ങൾ ന്യൂ ഇയർ ആകാൻ പോവാണ് ചേട്ടാ, ഒരു 2 ലൈൻ മറ്റേ പാടി ചേട്ടാ, 2 ലൈൻ പാടാം. എൻ്റെ ഫ്രണ്ട്സ് തന്നെ വിളിക്കും അവിടെ നിന്ന് നോക്ക്, എടാ അന്തിക്കിടപ്പ് ഒരു 2 ലൈൻ പാടാം, ഇമാരൊക്കെ ഒന്ന് കേൾക്കട്ടാ, ഞങ്ങളിങ്ങനെ അത് തുടങ്ങാൻ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിപ്പോഴും സജീവമാണ്, ഈ സദസ്സുകളിൽ ഇതില്ലാതെ പറ്റില്ല എന്ന് മനസ്സിലായി. അത് ഒരുപാട് പേരൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ് കേൾക്കുമ്പോൾ. മനോജ്, ഇതുപോലുള്ള തീമുകളൊന്നും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സിനിമയാക്കാൻ ആൾക്കാർക്ക് ധൈര്യം ഉണ്ടാവില്ല. അതെ, എനിക്കറിയണം. ഇപ്പോൾ ഇത്തരം സിനിമകൾ വരുമോ, അത് ഇറങ്ങിയാൽ ആളുകൾ കാണുമോ, സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഉണ്ടാവണ്ടേ ഇത്തരം സിനിമകൾ അല്ലേ? തീർച്ചയായിട്ടും. വെങ്കലമൊക്കെ എന്തൊരു സിനിമയാണ്, സാധു സിനിമ. ഒരാൾക്ക് എന്തോ പറയാനുണ്ട്, വെമ്പി നിൽക്കുകയാണ്. ശരി. മനോജെ, നമ്മളൊന്നിച്ചൊരു സിനിമ അഭിനയിച്ചില്ലേ, ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടം, എൻ്റെ ഭർത്താവ് വെങ്കലത്തിൽ എൻ്റെ മകനായിരുന്നല്ലോ മനോജ്. ആ അമ്മയോട് എന്തെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അതോ എന്നോടാണോ ദേഷ്യം? എന്നോടോ? ഇട്ടി വാങ്ങിക്കാം കേട്ടോ. ആ അമ്മ, അത് അവരുടെ ഒരു കഷ്ടമാണ്. മുഷാരി കുടുംബങ്ങളിലെ അന്നത്തെ കഷ്ടമാണ്. ചേട്ടനും അനിയനും കൂടെ ഒരു ഭാര്യ ആയിട്ട് ജീവിക്കുക. നമുക്കൊന്നും ഒരു ചിന്തിക്കാൻ പറ്റില്ല അല്ലേ?
ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ചേച്ചിയൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെ അഭിനയിക്കുകയാണ്. യാതൊരു ഇൻഹിബിഷൻ ഇല്ലാതെ. ചേച്ചിയിൽ എന്താ പെർഫോമൻസ്, എൻ്റെ അമ്മേ അസാധ്യമായിരിക്കും. അപാരം. ഈ ഭരതേട്ടൻ്റെ മുമ്പിൽ എങ്ങനെയാണ് പുള്ളിക്കാരത്തി? എടാ അത് നീ ചെയ്ത സാധനം അതൊന്നും എടുക്കാൻ ലളിത അത് വിളി അങ്ങനെയൊക്കെ ഉള്ളു. അല്ല അവിടെ പ്രത്യേകിച്ച് വലിയ ബലം പെടുത്തവർ ആധിപത്യമില്ല, ഒന്നുമില്ല. പുള്ളിക്കാരത്തിയോ എടാ അതേ എന്നൊക്കെ വിളി സാറ് വിളിക്കുന്നത്. ചേച്ചി അവിടെ ഭയങ്കര പ്രൊഫഷണൽ ആ സമയത്ത്. ചേച്ചി അതുപോലെ തന്നെ ഭയങ്കര രസമാണ് അവർ തമ്മിലുള്ള നമുക്ക് കണ്ടിരിക്കാൻ രസമായിരുന്നു. മനോജ് ഇങ്ങനെ വളർന്ന് സല്ലപിച്ചു തുടങ്ങി, സല്ലാപത്തിലേക്ക് എത്തി. സല്ലാപം ആരോടാണ് മനോജ് ആ സിനിമയിൽ മത്സരിച്ചത്? മഞ്ജു വാര്യരോടാണോ ദിലീപിനോട്? ഞാൻ ഒരു പടത്തിൽ മത്സരിക്കാറില്ല. നമ്മൾ നമ്മുടെ ക്യാരക്ടറിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കാറുള്ളൂ. മഞ്ജു വാര്യരൊക്കെ ഞെട്ടിച്ചളഞ്ഞെന്ന്. പുതിയൊരു കുട്ടി കോമ്പിനേഷൻ സീനിലൊക്കെ ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവളിവിടെ നിൽക്കില്ല. ആഭാര ആക്ട്രസ്. ഫസ്റ്റ് ഫിലിം ഒരിക്കലും പറയില്ല, അസാധ്യ പെർഫോമൻസ് അല്ലേ. ലാസ്റ്റ് സീനിൽ ഞാനില്ലെങ്കിൽ മഞ്ജു ഇന്നില്ല, മഞ്ജു ഉണ്ടാവില്ല. മഞ്ജു തന്നെ എഴുതിയിട്ടുണ്ട്. മനോജ് പിടിച്ചില്ലായിരുന്നെങ്കിൽ മഞ്ജു തീവണ്ടി ഒരിക്കലും നിൽക്കില്ല. കാരണം എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി. കാരണം എൻ്റെ ഒരു ആരോഗ്യത്തിൻ്റെ ലെവലിൽ അതും കഴിഞ്ഞിട്ട് പോയിട്ട് കഥാപാത്രം അങ്ങോട്ട് മഞ്ജുവിൽ ഒരു ബാധയായിട്ട് കൂടിയതായിരിക്കാൻ എൻ്റെ സാധ്യത എനിക്കിപ്പോൾ ആലോചിച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം ഈ 10-24 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഈ സീൻ എടുക്കുകയാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒറിജിനൽ ആത്മഹത്യയുടെ അവസ്ഥയിലേക്ക് പോയാൽ പറ്റില്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ സീൻ എന്താണെന്നറിയും, അതവിടെ അതിന് കൺട്രോൾ ഉണ്ടായും അവിടെ കഴിയുകയും വേണം അല്ലേ. ഇത് മഞ്ജു വന്ന് ഒരു രക്ഷയില്ല. സമയത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വഴുതിയെങ്കിൽ അപ്പോൾ ട്രെയിൻ അടി പോകും. ഞാൻ വിട്ടാൽ അവിടെ നിൽക്കണം മഞ്ജു അല്ലേ, അതായിരിക്കണം ആക്ടർ. അതെ, ഞാൻ വിട്ടാൽ നിൽക്കണം. പക്ഷെ ഞാൻ വിട്ടാൽ പോക്കാം. അത്ര ബലമാണ് പിടിച്ചോണ്ടിരുന്നത്. ഇങ്ങനെ ഇട്ട് പിടിക്കുക, ഒരു രക്ഷയില്ല. അതാ പണ്ടാറ് ഈ ട്രെയിനാണെങ്കിൽ ഒരു കാന്തശക്തി ഉണ്ടെന്നും പറയാറുണ്ട്. ഉള്ളിലേക്ക് വലിക്കും. ഇത്ര അടുത്ത് ഇങ്ങനെ പോകുന്ന സാധനത്തിന് ഇത്ര അടുത്തുനിന്നാ വലിക്കും. അതിൻ്റെ ഹാൻഡിലൊന്നും ഇടിച്ചാൽ പോരെ, ഹാൻഡിലൊന്നും നെറ്റിടിച്ചാൽ പോയില്ലേ, ആൾ പോയില്ലേ. എനിക്ക് ആ ഷോട്ടൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. വിഷമിച്ച് ഞാൻ തളർന്ന് അവശനായി പോയി. അത് കഴിഞ്ഞ് അവളോട് പറഞ്ഞു ശരിക്കും അതിനകത്തുള്ള എനിക്ക് കൊടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആ പടത്തിൽ ഞാൻ അടിക്കുന്നില്ലേ, പടത്തിൽ അടിച്ചിട്ടില്ലേ? പടത്തിൽ ഞാൻ അടിക്കുന്നുണ്ട്. അടിച്ചോ യഥാർത്ഥത്തിൽ? അതിൽ അടിച്ചാൽ പോലും കുഴപ്പമില്ല. കാരണം അത്രയധികം ഞാൻ കഷ്ടപ്പെട്ടു പോയി ഇവിടെ ജീവിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. ആ സീൻ അപ്പോൾ അതുപോലെ നന്നായി, എല്ലാവരും ക്ലാപ്പ് ചെയ്തു. ഭയങ്കര സെറ്റ് ഫുൾ. മനോജിൻ്റെ ഒരു തിമിർത്ത അഭിനയായിരുന്നു, നല്ല ക്യാരക്ടറായിരുന്നു. കീമാൻ ദിവാകരൻ, റെയിൽവേ കീമാൻ. കലാഭം മണിയും ഈ സിനിമയിലൂടെയാണ്. പുനരധിവാസം എന്നുള്ള പടം മനോജിനെ വെറുതെ വിടാൻ ആൾക്കാർ തയ്യാറായിരുന്നില്ല. മനോജിൽ ഇനിയും ഒരുപാട് സാധനം ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ സംവിധായകന്മാർ തിരിച്ചറിഞ്ഞു. പുനരധിവാസമൊക്കെ ഞാൻ ഈ ഭരതേട്ടൻ്റെ ചുരമടക്കമുള്ള സിനിമകൾ, ഭരതേട്ടൻ്റെ സിനിമയെങ്കിലും ഓടുമെന്ന് ഞാൻ കരുതിയൊരു കാലം ഉണ്ടായിരുന്നു. ആ സിനിമയെ ഓടിയില്ല. അതിൻ്റെ കൂടെ വന്ന് ചില അത്ഭുത സിനിമകളും എല്ലാം കൂടെ ചെയ്ത് എൻ്റെ പണി പോയി. ഞാനിങ്ങനെ വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. ചില തരികയുടെ സിനിമകൾ ഇടയ്ക്ക് വന്ന് വിളിക്കുന്നുണ്ട്. ഇല്ല എൻ്റെ പൊന്നു സുഹൃത്തെ ഞാനില്ല, എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിരിക്കുന്നു. കുറച്ചു കാലം മനോജ് അങ്ങോട്ട് പെട്ടെന്ന് മാറിക്കളഞ്ഞു, ഡൗണായി, അങ്ങനെ കുഴപ്പത്തിലായി. പല ആൾക്കാരും മനോജിനെ എഴുതിത്തള്ളാൻ തുടങ്ങി. മദ്രാസിലെ ജീവിതവും. അപ്പോൾ മദ്രാസിലെ ജീവിതം പിന്നെ അയാൾ മദ്രാസിലും കണ്ട അവിടെ നിന്ന് വിളിച്ച് വരുത്തി. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. മദ്രാസിൽ താമസിക്കുന്ന ആൾക്കാരെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് വരുത്തി അഭിനയിപ്പിക്കുക എന്ന് പറയുന്നൊരു വലിയ സംഭവമൊന്നുമില്ല, വരുത്താവുന്നേ ഉള്ളൂ. പക്ഷെ അതൊരു വേണ്ട. ഇവിടെ എറണാകുളത്ത് തന്നെ ആണെങ്കിൽ പെട്ടെന്ന് വിളിക്കാം. ഒരുപക്ഷെ മനോജ് ഒരു അനിവാര്യതയല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വി കെ പ്രകാശ് എന്ന് പറയുന്ന ആഡ് ഫിലിം മേക്കർ എന്നെ വിളിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഫോണിൽ കൂടെ പരിചയപ്പെടുന്നു. മനോജ് ഞാൻ ഇങ്ങനെയൊരു സിനിമ ചെയ്യുന്നു, അത് വളരെ കലാമൂല്യമുള്ള സിനിമയാണ്. ഞാൻ ഒരിക്കലും ആ സിനിമ തിയേറ്ററിൽ ഓടിയിട്ട് പൈസ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. സന്തോഷമായി. കൊള്ളാമല്ലോ ഈ പരിപാടി. അങ്ങനെയാണെങ്കിൽ ഇത് കൈവെക്കാം. ഇനിയിപ്പോൾ ഇതിറങ്ങിയിട്ട് മനോജ് കെ ജയൻ വീണ്ടും വരുന്നു നായകനായെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ, ഒന്നും വേണ്ട. ഇത് ഒരു സൈഡിൽ കൂടെ എടുക്കുന്ന ചെറിയൊരു സിനിമയാണെന്ന് മനസ്സിലായി. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഉഗ്ര സിനിമ, നല്ല സിനിമ, നല്ല ക്ലീൻ സിനിമ. അങ്ങനെയാണ് ഈ പുനരധിവാസം ചെയ്യുന്നത്. ആത്മബലം എന്ന് പറയുന്നത് പടം തിയേറ്ററിൽ ഓടേണ്ട, പൈസ വേണ്ട, ഉള്ളി അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകൾ അംഗീകാരങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ ഓക്കെ, അത് മാത്രം ഉദ്ദേശിച്ചെടുക്കുന്ന സിനിമയാണ്. അങ്ങനെയാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലേക്കുള്ള ക്ഷണവും വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ
വീണ്ടും എന്നെ ഒരു ജന്മം കൂടി വരികയാണോ? വല്യേട്ടൻ, മമ്മൂക്കയുടെ ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമ, രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റ്, ഷാജി കൈലാസിൻ്റെ നല്ല ടീമല്ല അവരൊന്ന്. അപ്പോൾ അതിലൂടെ അവരെനിക്കൊരു ഭയങ്കര ഒരു നല്ല മനസ്സോട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയാണ്. നീ നല്ല വേഷത്തിൽ വരണം, റീ എൻട്രി പോലെ നീ ഇതിൽ ചെയ്യണം, നല്ല വേഷമാണ് എന്ന് പറഞ്ഞിട്ട് അവരും എന്നെ ഒരു സഹായം. പക്ഷേ VK പ്രകാശ് ഇല്ലായിരുന്നെങ്കിൽ മനോജ് വേണമെങ്കിൽ ചിലപ്പം ഒരു തിരസ്കൃതനായി മാറിക്കൂടായില്ലായിരുന്നു. VKPയുടെ അന്നത്തെ വിളി വീണ്ടും സജീവമായി. പക്ഷേ VKPയുടെ പടമൊന്നും അവിടെ തുടങ്ങുന്നതായിട്ട് ആർക്കും അറിയില്ല. അത് അങ്ങനത്തെ ഒരു സിനിമയാണ്. മനോജിന്റെ മനസ്സിൽ വീണ്ടും ഒരു കരുത്ത് പകർന്നത് ഒരു നിശ്ചയദാർഢ്യം തീർച്ചയായിട്ടും VKP ആണ്. VKP എനിക്ക് അതൊരു വലിയൊരു ബ്രേക്ക് വരുന്നത്. അത് ആ സമയത്ത് അംഗീകാരങ്ങൾ ഈ പറഞ്ഞാൽ ഒരുപാട് നേടി. നടൻ നിലയിൽ മനോജിനെ ഒരിക്കൽ കൂടി മലയാളിക്ക് നന്നായിട്ട് കാണാൻ കഴിഞ്ഞു. തീർച്ചയായും നല്ല VKPക്ക് എന്തോ പറയാനുണ്ടോ? ശരി, താങ്ക് യു. ചോദ്യത്തിനേക്കാൾ ഉപരി എനിക്കൊരു റിക്വസ്റ്റാണ്. പുനരധിവാസം എന്നുള്ള ചിത്രത്തിൽ കനകമുന്തിരികൾ എന്നുള്ള പാട്ടിൻ്റെ ഒരു 2 വരി എനിക്ക് വേണ്ടി മൂളാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. മനോജ്, യു ആർ എ വണ്ടർഫുൾ പേഴ്സൺ. താങ്ക് യു. VKPക്ക് ഇപ്പോഴും മനോജിനോടുള്ള ഒരു അത്ഭുതാദരവ് മാറ്റിട്ടില്ല. VKPയുടെ രസമാണ് വർക്ക് ചെയ്യാൻ. നല്ല ഭയങ്കര തമാശക്കാരനാണ്. ഈ പറഞ്ഞ ഭരതേട്ടനെ പോലെ ഫുൾ ടൈം കോമഡിയാണ്. എടുക്കുന്ന സിനിമ ഭയങ്കര സീരിയസ് സിനിമ. ഈ പുനരധിവാസം ഒരു സീരിയസ് സിനിമയാണ്. ഇതിൻ്റെ പിന്നാമ്പുറം ഞങ്ങളവിടെ തകർത്ത് മറിയുകയാണ്. പാട്ട്, ബഹളം, കോമഡി. ഷോർട്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സീരിയസ് അപ്രോച്ചാണ് കാര്യം. മൂളിപ്പാട്ട് പോലും ആയിട്ട് പോലും ഞാൻ പാടില്ല, സത്യം പറഞ്ഞു. പിന്നെ VKP ഇത്രയും ആഗ്രഹത്തിൽ പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കണ്ടേ. ഈ പറഞ്ഞ നമ്മളിപ്പോൾ തുടങ്ങി ഇതൊരു ആരോ പറഞ്ഞ പോലെ മനോജിൻ്റെ ജീവിതരേഖയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. മനോജ് അറിയാതെ തന്നെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നാഴികക്കല്ലുകൾ. തീർച്ചയായിട്ടും ഇതിലൊക്കെ പല 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 വേഷങ്ങളിലൂടെയും മനോജിൻ്റെ വെർസറ്റാലിറ്റി, എന്താ പറയുക, ഒരു സകലകലാ വല്ലഭൻ്റെ എല്ലാ ഭാവങ്ങളും. താങ്ക് യു. മനോജ്, ഇത് ഞാൻ പറയണതല്ല. ഒരുപക്ഷെ മനോജിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന മനോജിൻ്റെ ഭൂപ്രദേശത്ത് തന്നെയുള്ള ആൾക്കാർ മനോജിൻ്റെ എല്ലാവിധ കുറുമ്പത്തരവും കുസൃത്തരവും അഭിനയത്തിൻ്റെ മികവും അതിൻ്റെ മിഴിവും തിരിച്ചറിയാൻ കഴിവുള്ള ആസ്വാദനക്ഷമതയുള്ള ആൾക്കാർ അത് നോക്കിക്കൊള്ളു. അർപ്പണബോധം, ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റാണ്. ഏത് ക്യാരക്ടർ കൊടുത്താലും മനോജ് അസാധാരണമായിട്ട് ചെയ്യും. കാരണം സർഗം തന്നെയല്ല, ഇപ്പം വില്ലനായിട്ടാണെങ്കിൽ തമിഴിലെ എത്രയോ പടങ്ങൾ വില്ലനായിട്ടാണെങ്കിലും ക്യാരക്ടർ ആക്ടറാണെങ്കിലും ആ ഒരു സിദ്ധി സത്യത്തെ സന്തോഷത്തോടെ കാണുന്ന ഒരാളായി. പ്രേംപ്രകാശ് ഞങ്ങളുടെ കറിയാച്ചായൻ, അതല്ലേ അയൽപക്കം ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളെ ഏറ്റവും അഭിമാനത്തോട് പറയുന്ന ജോസ് പ്രകാശ് ചേട്ടൻ്റെ കുടുംബ വീടും അതിനോട് ചേർന്ന് അടുത്ത് തന്നെ പ്രേംപ്രകാശ് കറിയാച്ചായൻ്റെ വീട്, കറിയാച്ചായൻ്റെ വേറൊരു ബ്രദർ ജോർജ് കുട്ടിച്ചായൻ അവർ താമസിക്കുന്നു, വേറൊരാൾ, എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ കൊച്ചിലെ പോലെ ഏറ്റവും അധികം നമ്മൾ ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു കുടുംബമാണ്. കറിയാച്ചായനെയൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ അതിലെ ആ സ്കൂളിൻ്റെ അതിലേക്ക് സൈക്കിളൊക്കെ ചവിട്ടി പോകാറുണ്ടായിരുന്നു പണ്ട്. ജോസ് പ്രകാശ് ചേട്ടൻ എപ്പോഴെങ്കിലും വരുമോ പറഞ്ഞു കേൾക്കും. ഇന്നലെ രാത്രി വന്നിട്ട് പുള്ളി പോയി. അപ്പോൾ ഭയങ്കര നഷ്ടബോധമാണ്, അയ്യോ കാണാൻ പറ്റിയില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് മനോജിൻ്റെ അഭിനയ മുഹൂർത്തങ്ങളിൽ അഭിമാനിക്കുന്ന ഒരാൾ കൂടിയാണ്. തീർച്ചയായിട്ടും നല്ല ഇത്രയും നല്ല മനസ്സുള്ള വള്ളി നിക്കറിട്ട് നടക്കുന്ന സമയത്തൊക്കെ പ്രേംപ്രകാശ് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ നിക്കറിടാടുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. ഇത് ഇവിടെ തുടങ്ങിയ ബന്ധമല്ല, എൻ്റെ അച്ഛൻ്റെ അച്ഛനും ഒക്കെ ആയിട്ടുള്ള ബന്ധമാണ്. ഇവരുടെ അച്ഛനും ഒക്കെ ആയിട്ട് ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അടുത്തടുത്ത വീടുകളായിട്ട്. മനോജ് അടൂർ സാറിൻ്റെ റഡാറിലും പെട്ടു. അത് ഞാൻ ചിന്തിച്ചില്ല. ഞെട്ടിപ്പോയി. കുക്കു പരമേശ്വരൻ എന്നെ വിളിക്കുന്നത്. കുക്കു അങ്ങനെ എന്നെ വിളിക്കുന്ന ആളല്ല, പക്ഷെ കുക്കുവിൻ്റെ കോൾ വന്നപ്പോൾ ഞാനത് എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കുമല്ലോ. എന്താ കുക്കു? അടൂർ സാറിനെ പറ്റത്തില്ല എപ്പോൾ? ശരിയാണേ പറയുന്നത്. മനോജ്, നിങ്ങൾ ഉടനെ ഒന്ന് കോൺടാക്ട് ചെയ്യും. അടൂർ സാറിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു നല്ല വേഷമുണ്ട് പുതിയ സിനിമയിൽ 4 പെണ്ണുങ്ങൾ. അയ്യോ, ഞാനിപ്പോൾ വിളിക്കാം, നമ്പർ ഇതാ. ഔസേപ്പ് അല്ലേ? ഔസേപ്പ് 4 പെണ്ണുങ്ങളിൽ ഒരു കഥയിൽ ഒരു തെരുവ് വേശ്യയുടെ കഥ ആണ്. പത്മപ്രിയാണ് അതിൽ ലീഡ് റോള്. അതിൽ അവിടുത്തെ ഒരു കള്ളുകുടിയനും പ്രമാണിയൊക്കെ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. എന്തെങ്കിലും ആയിട്ട് 4-3 സീനേ ഉള്ളൂ. പക്ഷേ ഞാൻ അപ്പം തന്നെ സാറിനെ വിളിക്കുന്നു. 4 പെണ്ണല്ല 2 പെണ്ണാണെങ്കിലും നമ്മൾ റെഡി, നല്ല റെഡി, അതെ, ഭയങ്കര ഫുൾ റെഡി. അങ്ങനെ സാറുമായിട്ടൊരു അസോസിയേഷൻ. അയ്യോ, എന്തൊരു ഭാഗ്യം. ഏതൊരു നടൻ്റെ സ്വപ്നമാണെന്ന് എൻ്റെ വിശ്വാസം അടൂർ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ. മനോജിനോടുള്ള ആദരവ് ഞങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഇതാ
ഒരു നായകനടന് വേണ്ട എല്ലാ ആകാര സൗഷ്ഠവും കഴിവുമൊക്കെയുള്ള മനോജ് കെ ജയൻ നായക വേഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിന് നേരെ എതിര് എന്ന് പറയാവുന്ന വില്ലൻ വേഷങ്ങളിൽ, വഷളൻ എന്ന് തോന്നിപ്പിക്കുന്ന വേഷങ്ങളിൽ അനായാസം ആ റോളുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് കണ്ട് ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നടന് ഒരു പ്രത്യേക തരത്തിലുള്ള വേഷത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടാവൂ എന്ന് വാശി പിടിക്കുന്നതിന് പകരം എല്ലാത്തരം വേഷങ്ങൾക്കും, അതായത് ഒരു സ്വഭാവ നടൻ്റെ എല്ലാ പ്രത്യേകതകളും സ്വന്തമാക്കിക്കൊണ്ട് തൻ്റെ അഭിനയ ജീവിതം തുടരുന്ന ഒരാളാണ് മനോജ് കെ ജയൻ. മനോജെ, അദ്ദേഹം വളരെ തിരക്കില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് മനോജിൻ്റെ ഈ പരിപാടിയിൽ അടൂർ സാർ വരണമെന്നൊരു ആഗ്രഹം. ഒരൊറ്റ ഷോയിൽ ഇങ്ങനെയൊന്നും അദ്ദേഹം പോകുന്നതല്ല. ഇത് എന്തൊരു ഭാഗ്യമാണ് എൻ്റെ അമ്മേ. മനോജിൻ്റെയും എൻ്റെയും അതിലൂടെ എൻ്റെയും ഭാഗ്യം. ഭയങ്കര ഭാഗ്യം. പക്ഷേ മനോജ് അറിയാതെ മനോജിനെ എത്രയോ ആൾക്കാർ നെഞ്ചിലേറ്റുന്നു. മനോജ് എന്നോട് അത്ര മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ പണ്ട്? നല്ല മതിപ്പാണ്, പക്ഷെ ഇത്രയും വലിയ മതിപ്പുണ്ടായിരുന്നില്ല. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടൂർ സാറ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. ഇങ്ങനെയൊന്നും അദ്ദേഹം വരില്ല. ഒന്നാമത്തെ കാര്യം മനോജ് അറിയാതെ മനോജിൻ്റെ എന്താ പറയുക, ഒരു കലാകാരൻ എന്നുള്ള ആ ഉയരവും വലിപ്പവും ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. മനോജ് ഇപ്പോഴും പഴയ മറ്റേ കോട്ടയത്ത് മറ്റേ പുതുപ്പള്ളി കയറി പുതുപ്പള്ളി പോയിട്ട് അടിമേടിക്കാതെ രക്ഷപ്പെട്ട ഒരു ഭാവത്തിലാണ് മനോജ് പലപ്പോഴും. ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെയൊക്കെ പോകുന്നത്. എനിക്ക് എൻ്റെ മനസ്സ് വളരെ ബ്ലാങ്ക് ആണ്. ഞാനിങ്ങനെ ഒരു ബ്ലാങ്ക് പേപ്പർ പോലെയാണ്. അതിൻ്റെ അത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാൽക്കുലേഷൻ ഒന്നുമില്ല, അത്തരം കാര്യങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ ഒരു ബ്ലാങ്ക് പേപ്പറാണ്. ബ്രിട്ടാസ് സാറിനെ ഒരു പരിപാടിക്ക് വിളിക്കുന്നു, അവിടെ അവർ പ്രിപ്പറേഷൻ എടുക്കും. എന്തൊക്കെയാ മനസ്സിൽ ആലോചിച്ചപ്പോൾ ഇന്റർവ്യൂവിൽ വരുമ്പോൾ നല്ല ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ എങ്ങനെ കോട്ടയംകാരൻ്റെ ഭാഷ രണ്ട് തെറി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇവൻ ഒരിക്കലും ഇല്ല. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു എന്ന് പറയാം. ഇങ്ങനെ അവസരം കാത്തിരുന്നതാണ്. ഒരു സിനിമയിൽ അടൂർ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നുള്ള ഈ രംഗത്ത് എനിക്ക് സാറിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. മനോജിൻ്റെ സവിശേഷതയെക്കുറിച്ച് അടൂർ സാർ പറഞ്ഞു. അതായത് മനോജിന് ഈ പറഞ്ഞ ഒരു നായക വേഷത്തിനപ്പുറത്ത് പ്രതിനായക വേഷത്തിൻ്റെ എല്ലാവിധ വഷളത്തരവും, അല്ലെങ്കിൽ അതിൻ്റെ ഭീകരതയും അതിൻ്റെ ക്രൂരതയും അതിൻ്റെ എല്ലാ സമസ്ത തലങ്ങളെയും ഒരുപോലെ പുറത്തേക്ക് പ്രസരിപ്പിക്കാൻ കഴിയും. അത് ചെറിയ കാര്യമല്ല മനോജിൻ്റെ കണ്ണ് തന്നെ ഇപ്പം എത്ര വളരെ ഒരു മാൻപേടയുടെ കണ്ണ് പോലെ. പക്ഷേ ചില സിനിമയിൽ ചില റോള് കണ്ടാൽ മനോജിൻ്റെ കണ്ണ് കണ്ട് നമ്മൾ പിടിച്ചു പോകും. അത് തട്ടേ കയറി കഴിഞ്ഞാൽ നമ്മൾ കാള് മാറും. ഇതൊക്കെ സംഭവിക്കുന്ന സാർ, ഞാനൊന്നും പ്ലാൻ ചെയ്ത് കാവ്യ മാധവൻ എത്രയോ ദിവസം ഉറക്കം പോയി. അതെന്താണ്? അവർ പേടിച്ചു പോയെന്നാണ് പറയുന്നത്. അത് ശരി. അവർ പല സ്ഥലത്തും പറഞ്ഞു, നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇല്ലേ? മനോജ് അഭിനയിച്ചൊക്കെ വിട്ടേക്കാണ്. അഭിനയിച്ച് അപ്പോഴും തന്നെ സലാം പറഞ്ഞു പോകും. ഇനി ഒരു സത്യം പറയാം, എൻ്റെ സ്ക്രിപ്റ്റ് പോലും ഞാൻ വായിച്ചിട്ടില്ല. അനന്തഭദ്രം എന്നുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. എനിക്കിത് സുനിൽ പരമേശ്വരൻ പറഞ്ഞു തന്നതും സന്തോഷ് ശിവൻ്റെ ഒരു ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സ്ക്രിപ്റ്റ് വായിക്കേണ്ട ആവശ്യം വന്നില്ല. അത്രയധികം ആ ക്യാരക്ടറിനെ എന്നിലേക്ക് അവർ പറഞ്ഞു തന്നു എന്നുള്ളതാണ് സത്യം. സ്ക്രിപ്റ്റ് വായിക്കാൻ ഇതൊരു സിനിമയാണ്. ഇതൊരു സാധാരണ പ്രേക്ഷകൻ്റെ മനസ്സിൽ ചെലുത്താവുന്ന സ്വാധീനത്തെക്കുറിച്ച് അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും പറഞ്ഞോ? ഇത് നമ്മുടെ സൊസൈറ്റിയിൽ കാണാൻ കഴിയാത്തൊരു ക്യാരക്ടർ ആയതുകൊണ്ട് പ്രേക്ഷകനിത് റിലേറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മളിത് അടിച്ചേൽപ്പിക്കണം, ഇങ്ങനെ ഒരുത്തനുണ്ട്. അപ്പോൾ അത് ആക്ടർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പെർഫോമൻസ് മാത്രമേ നടക്കുള്ളൂ. പെർഫോം ചെയ്ത് ഇത് ഈ ക്യാരക്ടർ ഇങ്ങനെ ഉണ്ടെന്ന് കൊണ്ടുവരിക്കണം. അത് എന്നിൽ ഭയങ്കര വലിയൊരു കർത്തവ്യമായിരുന്നു. ഭയങ്കര ടഫ് ജോബായിരുന്നു. അതുകൊണ്ട് ശരിക്കും കഷ്ടപ്പെട്ടാണ് ചെയ്തത്. ശരിക്കും കഷ്ടപ്പെട്ടായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് ദിഗംബരനായിട്ട് മാറാനൊരു ശ്രമം തന്നെ നടത്തി. വേഷം തിരഞ്ഞെടുത്തപ്പോൾ മനോജ് എന്താ തോന്നിയത്? ഇതൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു രക്ഷയില്ലാത്തൊരു വേഷം. ഭയങ്കര കാരണം എന്നെ കണ്ടിട്ടുള്ളതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഒരു കോലത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് മനോജ് ഒരിക്കലും പ്രതീക്ഷ. കാരണം എന്നെ കണ്ടിട്ടുള്ളതൊക്കെ ഭയങ്കര മാൻലി ആയിട്ട് റഫിയനായിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലേ. ഇതിന് ഞാൻ പോയിട്ട് ഇതെങ്ങനെ ശരിയാണ്? ഈ ജസ്റ്റേഴ്സൊക്കെ എന്നിൽ നിന്ന് എങ്ങനെ പ്രതീക്ഷിക്കുന്നവർ?
അപ്പോൾ എനിക്കത് ദ്രോണ മമ്മൂക്കയുടെ സിനിമ ദ്രോണ, അതിൻ്റെ ക്ലൈമാക്സിൽ ഈ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി പോലെ എൻ്റെ ക്യാരക്ടർ ഒരു ചുവന്ന പട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്ന് ആണായിട്ട് ഒരു പെട്ടെന്ന് മാറിയിട്ട് സ്ത്രൈണം വരികയും പെട്ടെന്നൊരു ഇയാൾ ബാധ കയറുന്ന പോലെ സാവിത്രി എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു പ്രേതം ഇയാളുടെ ദേഹത്ത് കയറും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പെർഫോമൻസാണ്. പെട്ടെന്ന് തന്നെ സ്ത്രീയാവും പുരുഷനാവും. അങ്ങനെ ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഇതിലേ വിളിച്ചെന്ന് തോന്നി. അപ്പോൾ എനിക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇത് മുഴുനീള പരിപാടിയാണ്. ഫുൾ സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് ഒരു ആണും പെണ്ണും കെട്ടവൻ്റെ ഒരു ഭാവവും അതിൻ്റെ ചേഷ്ടകളൊക്കെ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാന്നുള്ളത് ഭയങ്കര. ഒരിക്കലും ഒരാളും അങ്ങനെ ആവരുതേ എന്ന് ആഗ്രഹിക്കുന്നതാണല്ലോ നമ്മൾ. ആണും പെണ്ണും കെട്ടവെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പഴശ്ശിരാജയിൽ വേറൊരു വ്യത്യസ്തമായിട്ടൊരു വേഷം നടത്തിയ ശേഷം തീർച്ചയായിട്ടും അങ്ങനത്തെ വേഷങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ ഇത് ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. ഭയങ്കര പാടായിരുന്നു. എന്നാൽ തിലകൻചേട്ടൻ നോക്കുമ്പോൾ തിലകൻചേട്ടൻ നല്ല സ്ത്രൈണ ഭാഗങ്ങളൊക്കെ. അപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷനായി. ഇദ്ദേഹത്തെ പോലൊരു ഇത്രയും പൗരുഷമുള്ളൊരു മനുഷ്യൻ ലോകത്തില്ല. അത്ര റഫീനായിട്ടുള്ള സൗണ്ടും അങ്ങനെയൊക്കെയാണ്. ഇതിങ്ങനെ സ്ത്രൈണ വേഷത്തിലിരിക്കുക, സ്ത്രീ വേഷത്തിലിരിക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര ഉത്തേജനമായി. അങ്ങനെയാണ് ചെയ്തു തീർത്തത്. പക്ഷെ ഭയങ്കര നല്ല പിന്നെ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നൊരു ചെറിയ എന്താ പെർഫോമൻസിലല്ല എങ്കിൽ പോലും ആ ഒരു രൂപം കണ്ടപ്പോൾ അത് എനിക്ക് തോന്നുന്നു എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രം. കളിയച്ഛൻ ഒന്നാമത് ഈ ക്ലിപ്പ് ഇവിടെ ഇട്ടതിൽ ഞാൻ ഒരുപാട് താങ്ക്സ് പറഞ്ഞു. ഈ സിനിമ ചെയ്തതല്ലാതെ ഇത് ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു ക്ലിപ്പ് പോലും എത്തി ആർക്കും അറിയില്ല. ഇത് കൈരളി ടി വിയോടും ബ്രിട്ടാ സാറിനോടും എനിക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ അവസരം. കാരണം എനിക്ക് ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയ സിനിമയാണ്. പക്ഷെ ആർക്കും അറിയില്ല ഈ സിനിമയെക്കുറിച്ച് എന്താണെന്നോ ആ സിനിമ എന്താണെന്നോ ഒന്നും കണ്ടിട്ടില്ല. ഒരു ക്ലിപ്പ് പോലും കണ്ടിട്ടില്ല. ഇവിടെയാണ് ആദ്യമായിട്ട് ഇടുന്നത് എനിക്ക് തോന്നുന്നു. കഥകളി വേഷമായിരുന്നു. ഇതതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയുമായി അവാർഡിലെത്തിച്ചു. കളിയച്ഛനിലേക്ക് എങ്ങനെയാണ് മനോജ യാത്ര ചെയ്തത്? കളിയച്ഛൻ എനിക്ക് തോന്നുന്നത് ഫറൂഖ് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ ഒരു 10 വർഷം മുമ്പ് ആദ്യം വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു കഥകളി വേഷമാണ്. എനിക്കൊന്ന് മഹാകവി പിയുടെ ഒരു കവിതാ സമാഹാരമുണ്ട് കളിയച്ഛൻ, അതിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു സബ്ജക്റ്റാണ്. എന്നപ്പോൾ അത് കഥ പറഞ്ഞു. അത് തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അത് പിന്നെ പ്രൊഡ്യൂസറൊന്നും ഇല്ലാതെ ഈ 10 വർഷമായിട്ട് അത് നടന്നില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു, മനോജ് നമ്മൾ അന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടല്ലോ കളിയച്ഛൻ, അത് ഞാൻ തുടങ്ങാൻ പോവാണ്. NFDC 8 എടുത്തു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഇല്ലാതില്ലാതെ ഇപ്പോൾ NFDC ചെയ്യാൻ പോകുന്നത് ഭയങ്കര സംഭവമായി. അങ്ങനെ ആണ് ഈ ചിത്രത്തിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യം, 10 വർഷമായിട്ട് ഇയാൾ വേറൊരാളെ വെച്ച് ചെയ്തില്ലല്ലോ ഫറൂഖെ. അപ്പോൾ അതിന് ഭയങ്കര ഒരു വേറൊരാളുടെ പുറകെ പോകാതെ എന്നെ വെച്ച് തന്നെ ചെയ്യുള്ളൂ എന്ന് പുള്ളി തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് ഈ കളിയച്ഛനിലേക്ക് എത്തുന്നത്. കളിയച്ഛനിലെ കുഞ്ഞിരാമൻ, എനിക്ക് ആ സിനിമ എങ്ങനെയും ഒന്ന് വെളി വന്ന് 10 പേര് കാണുമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒന്നുമില്ലെങ്കിലും സംസ്ഥാന അവാർഡ് നേടിയൊരു സിനിമ ജനങ്ങൾ കണ്ടിട്ടില്ല, നമ്മുടെ ജൂറി മെമ്പേഴ്സ് മാത്രമേ. NFDC ചെയ്തുകൊണ്ടാണ് കാണാൻ പറ്റായിരുന്നു. അത് തന്നെയായിരിക്കും. കാരണം അവർക്ക് എനിക്കൊന്നും ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല. എന്താ അറിയില്ല, ഈ പടം റിലീസാക്കണമെന്നോ ഒരു അറിയില്ല. ഭയങ്കര വിഷമമുണ്ട്. മനോജിൻ്റെ അഭിനയത്തെക്കുറിച്ച് മനോജിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഞങ്ങളുടെ സാങ്കേതിക അർത്ഥത്തിൽ മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ആ ഒരു അംഗത്തിന് വളരെ വലിയൊരു മതിപ്പുണ്ടായിരുന്നു. നമുക്ക് പറയാം. എനിക്ക് അനിയോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. അർദ്ധനാരി പോലൊരു സിനിമയിലെ ക്യാരക്ടർ, ഇതൊരു ശരാശരി ക്യാരക്ടറിൽ ഉപരി 2 വ്യക്തിത്വങ്ങൾ ചേരുന്ന ഒരു ക്യാരക്ടറാണ്. അല്പം പോലും അതിൽ ഓവറാക്കാതെ എന്നാൽ വളരെ നാച്ചുറലായിട്ട് ആ ക്യാരക്ടറായിട്ട് മാറി പെർഫോം ചെയ്ത എനിക്ക് നല്ല നടനുള്ള അവാർഡ് കിട്ടും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു സഹനടനിൽ അനി ഒതുങ്ങിയപ്പോൾ എനിക്ക് വിഷമമുണ്ട്. അതിൻ്റെ ശരിക്കുള്ള ആൻസർ അനി പറയണം. കൽപ്പന ഈ സ്ക്രീനിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. അതിന് വലിയൊരു നമ്മളൊക്കെ ഒരിക്കലും പ്രതീക്ഷയില്ല കൽപ്പനയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടുമെന്ന്. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് അപ്പോഴേ എൻ്റെ വൈഫ് ആശയോട് പറഞ്ഞു, സന്തോഷമായില്ല, എന്ത് ഭാഗ്യമാണ്, എന്തൊരു മഹാഭാഗ്യമാണ്. എൻ്റെ സിനിമയുണ്ടായിരുന്നു, നാഷണൽ അവാർഡിനുണ്ടായിരുന്നു. ഭയങ്കര ഇപ്പോൾ ഈ അവസരത്തിൽ സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് കേട്ടോ കൽപ്പന. ഒരുപാട് സന്തോഷം വന്നതിലും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതെ, കൽപ്പന എന്തായാലും ഈ പരിപാടിയിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ അത് ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ജോബാണ് കൽപ്പന നടത്തിയത്. ഒരുപാട് സന്തോഷം. അവാർഡുകളിലേക്ക് വരുമ്പോൾ മനോജെ, പലപ്പോഴും മനോജിന് ഒരു വിഷാദത്തിൻ്റെ തലം കൊടുത്തത് ഈ അവാർഡുകളിൽ അല്ല. ഞാൻ പറയട്ടെ, സർഗത്തിന് അവാർഡ് ഞാൻ അതിൽ സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. വിനീതാണ് ഹീറോ ക്യാരക്ടർ ചെയ്ത ആൾക്ക് നായക സ്ഥാനം വഹിക്കുന്ന ആൾക്ക് ബെസ്റ്റ് ആക്ടർ ഉള്ളൂ എന്നൊരു തസ്തിക, അങ്ങനെ ഒരു രീതിയുണ്ട്. ഇപ്പോൾ കുട്ടൻതമ്പുരാൻ അതിനകത്ത് ഹീറോ പോലത്തെ ഒരു ക്യാരക്ടറാണെങ്കിലും സപ്പോർട്ടിങ് റോളായതുകൊണ്ട് സഹനടനെ 8 കിട്ടുകയുള്ളൂ. പഴശ്ശിരാജയാണ് എനിക്ക് 2ാമത് അവാർഡ് കിട്ടിയത്.
അതിൽ ഞാൻ സപ്പോർട്ടിംഗ് ആണ്. മമ്മൂക്ക ആണ് അതിൽ ഹീറോ എങ്കിലും, പക്ഷെ മമ്മൂക്കയ്ക്ക് ആ സിനിമ എല്ലാവരും ആവർഷത്തെ അവാർഡ് ഇത് മറ്റേ ഷാജി സാറിൻ്റെ പടം അതിനായിരുന്നു. ഇപ്പം മൂന്നാമത്തെ ഈ അവാർഡ് പൃഥ്വിരാജ് ആയിരുന്നു ഞാനുമായിട്ട്. അവസാന നിമിഷം വരെ പോരാടി എന്നൊക്കെ പത്രത്തിൽ എഴുതി. അതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇതിലെനിക്ക് വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ സപ്പോർട്ടിങ് ക്യാരക്ടറല്ല, കളിയച്ചൽ ഞാൻ നായകനാണ്. പിന്നെ എന്തിന് രണ്ടാമത്തെ നടൻ എന്നുള്ള തന്നു എന്ന് വേണം ചോദിക്കാം, ഇല്ലേ? പക്ഷെ അവാർഡുകളുടെ മുകളിൽ ഒരു വിവാദമൊന്നും ഉണ്ടാക്കാൻ മനോജ് തയ്യാറായി? ഒരിക്കലുമില്ല. അങ്ങനെയുള്ള കാര്യം അത് നമ്മുടെ വിധിയാണ്. വിധിയിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് മാത്രം വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ അതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടായെന്നറിയോ, അന്ന് എല്ലാ ന്യൂസ് ചാനലിലും നാഷണൽ അവാർഡിൻ്റെ അവസാന നിർണ്ണയന സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഫ്ലാഷ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം 2 ന്യൂസ് ചാനലും ഞാൻ കേട്ടു, ദേശീയ അവാർഡിൽ നടന്മാരുടെ പട്ടികയിൽ, മികച്ച നടന്മാരുടെ പട്ടികയിൽ അവസാന റൗണ്ടിലേക്ക് ഹിന്ദിയിൽ നിന്നും രൺബീർ കപൂറിൻ്റെ ഇന്ന പടം, തെന്നിന്ത്യയിൽ നിന്നും വിശ്വരൂപത്തിലൂടെ കമലഹാസനും കളിയച്ചനൂടെ മനോജ് കെ ജയനും. പോരെ സാർ, അത്രയ്ക്ക് ആഗ്രഹമുള്ളൂ മനോജിന്? എനിക്ക് അതൊക്കെ ഞാൻ വലിയ അച്ചീവ്മെൻറ്റാണ്. കാരണം വിശ്വരൂപത്തിലൂടെ കമലഹാസനും തൊട്ട് താഴെ എൻ്റെ പേരും. ഞാൻ ഞെട്ടിപ്പോയി. മനോജിന് ഒരു സൂപ്പർ സ്റ്റാറായിട്ട് ഇങ്ങനെ വിരാജിക്കണമെന്ന് ആഗ്രഹമില്ലേ? സത്യം പറ. സത്യമായിട്ട് പറയാം. മമ്മൂക്ക, മോഹൻലാൽ ഇങ്ങനെയൊക്കെയുള്ള റേഞ്ചിലേക്ക്, ലെവലിലേക്ക് വരണ്ടേ? മനോജ്, ഈ ജംഗ്ഷനിൽ വെച്ച് നമ്മൾ കള്ളം പറയാൻ പാടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ സത്യമായിട്ട് പറയാം. അതിനുള്ള ഒരു ഞാൻ ഭയങ്കര മടിയനാണ് സാർ, ഭയങ്കര മടിയനാണ്. സത്യമായിട്ട് പറയാം, പരമാർത്ഥമാണ്. ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് വേറെ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കുറേ എക്സ്ട്രാ കരിക്കുലർ. മുഷിഞ്ഞ് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല? ഞാനൊരു സുഖിമാനായ ആക്ടറാണ്. എനിക്കിഷ്ടമുള്ള സിനിമകളിൽ പോവുക, എനിക്കിഷ്ടമുള്ള ക്യാരക്ടർ ചെയ്യുക. അത് കഴിഞ്ഞാൽ എനിക്കൊരു 2-3 ദിവസമെങ്കിലും മിനിമം വീട്ടിയിരിക്കണം. സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് പറക്കുക, അതൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സ്വപ്നമില്ല. അത് തന്നെ ഏറ്റവും വലിയ കുഴപ്പം. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു മുഴുവന് വേണ്ടിയാണ് ഞാനത് വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർമാരും ഈ പരിപാടിയുടെ ശില്പികൾ പറഞ്ഞു, സർ, നമ്മളൊരു ജീവിതരേഖ തയ്യാറാക്കുമ്പോൾ അതിൽ സുഖദുഃഖങ്ങളും സങ്കടങ്ങളും വിമ്മിഷ്ടങ്ങളും എല്ലാം വരണമെന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കാണാവുള്ളൂ. മനോജിൻ്റെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളായിരിക്കും ഒരുപക്ഷെ മനോജിനെ ഈ രൂപത്തിലേക്ക് ആക്കിയത്. പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ കുറേയൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. എൻ്റെ ഒരു മദ്രാസിലെ ജീവിതവും 5 വർഷത്തെ നീണ്ട പ്രണയം ഉർവശിയുമായി, 8 വർഷത്തെ ദാമ്പത്യം. 8 വർഷമില്ല, 99, 2000, 6-7 വർഷം, മാക്സിമം 7 വർഷം. 7 വർഷം. ആ 7 വർഷത്തന്നെ തികഞ്ഞ് സാങ്കേതിക അർത്ഥത്തിലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ താളം തെറ്റി. അതെ, തീർച്ചയായും 2-3 വർഷമായി മുമ്പ് താളം തെറ്റി. 1 വർഷം കൊണ്ട് താളം തെറ്റി. ബാക്കിയുള്ള ദിവസങ്ങൾ, വർഷങ്ങളൊക്കെ ഞാൻ എണ്ണിത്തീർത്തതാണ്. കാരണം അത് എത്രയും, കാരണം ഇനിയൊരു വിവാഹം വേണ്ട, ഒന്ന് കഴിച്ചു, അതിലൊരു കുട്ടിയായി, ഇനി ഒരിക്കലും വേറെ. മനോജ് വളരെ എമോഷണൽ ആയിരുന്നു എന്ന് മനോജ് ഒറ്റയ്ക്കിരുന്ന് കരയുമായിരുന്നു. മനോജിൻ്റെ ഒരു വളരെ അടുത്ത ആൾ പറഞ്ഞു, എനിക്കിത് വന്ന് ഭവിച്ചല്ലോ, ഈ ദുരന്തത്തിൽ എങ്ങനെ ഞാൻ കരകയറും. ഇല്ല, അത് ഞാൻ വീട്ടിലിരുന്നോ ആരുടെ മുമ്പിലിരുന്നോ സുഹൃത്തുക്കളോടോ പറഞ്ഞ് കരഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ചില വൈകുന്നേരങ്ങളിൽ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഒറ്റയ്ക്കാരും, ഡ്രൈവറൊന്നും ഉണ്ടാവില്ല, മെറീന ബീച്ച്, മൗണ്ട് റോഡ്, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പാർക്കിംഗ് സ്പേസുകളുടെ അടുത്ത് പോയിട്ടിട്ട് എൻ്റെ വിഷമങ്ങൾ മുഴുവൻ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു നിൽക്കും. വണ്ടിക്കകത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് കരയും. ചിലപ്പോൾ അത് സ്ക്രീമിങ്ങിലായിരിക്കാം, പൊട്ടിക്കരച്ചിലായിരിക്കാം, വിതുമ്പലായിരിക്കാം, അങ്ങനെ പല ടൈപ്പ് കരച്ചിലുകൾ ഒറ്റയ്ക്ക് നടത്തിയിട്ട് സമാധാനമായി. ഇനിയിപ്പോൾ കുറച്ചൊരു ആശ്വാസമുണ്ട്, ഇനി വീട്ടിലേക്ക് പോകാം. കാരണം വേറെ ഒന്നുമില്ല, കുഞ്ഞ് മോള് അത് കാണാൻ പാടില്ല. അച്ഛനെപ്പോഴും ഹാപ്പി ആയിട്ടുള്ള അച്ഛനായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായുണ്ട്. എന്നാലേ എനിക്ക് അവൾക്ക് എൻ്റെ ഹാപ്പിനെസ് എല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. അച്ഛന് ഒരു വിഷമങ്ങളും ഇല്ല, അച്ഛനൊന്നും ഒരു വിഷമങ്ങളും അച്ഛന് ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ മോള്. അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടിയാണ് ഞാനതൊക്കെ ചെയ്തത്. അതുപോലും അങ്ങനെയുള്ള വിഷമങ്ങൾ പോലും എൻ്റെ കുഞ്ഞിനുണ്ടാവരുത്. മനോജിൻ്റെ ജീവിതത്തിലെ സംഘർഷം, ഒരുപക്ഷെ ഞാൻ ഒരു ഘട്ടത്തിൽ ഉർവശിയെ ഒരു അഭിമുഖത്തിന് വിധേയമാക്കിയിരുന്നു. അത് വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്നെ തന്നെ അവർ തെറ്റിദ്ധരിച്ചു. എന്നുവെച്ചാൽ ഞാൻ വളരെ ബോധപൂർവമായി ചെയ്തതാണോ എന്ന് പോലും സംശയിച്ചു. മനോജ്, പക്ഷേ ചില ആൾക്കാരെങ്കിലും വിശ്വസിച്ചിരുന്നത് മനോജ് ഒരു മെയിൽ ഷോവിനിസ്റ്റ്, ഒരു പുരുഷ മേധാവിത്വം ഉള്ള വ്യക്തിയായതുകൊണ്ട് ഉർവശി എന്ന കലാകാരിയെ
കൂട്ടിലടയ്ക്കാനുള്ളൊരു ശ്രമമാണ് ആ ഒരു വിവാഹം പരാജയപ്പെടാൻ കാരണമെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. കാരണം കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു 3 മാസം കഴിയുമ്പോൾ അഭിനയിക്കാൻ തുടങ്ങി വീണ്ടും. ഇവിടെ അറിയുന്നില്ലെന്നേ ഉള്ളൂ. തമിഴിലെ സീരിയലുകൾ, തെലുങ്കിലെ ചില സിനിമകൾ, അവർ ചെയ്യുന്ന ഗസ്റ്റ് റോളുകൾ, കന്നഡത്തിലെ സിനിമകൾ ഒക്കെ ആ സമയത്ത് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ സംസാരിക്കും, നമ്മൾ അങ്ങനെ അഭിനയിക്കുന്ന കാര്യം ഞാൻ അഭിനയിച്ചു വരുന്ന ഒരു കുഴപ്പമില്ല. അല്ല, അത് നമ്മൾ നിർത്തിയാൽ അത് ആൾക്കാർ വെറുതെ പോയിട്ട്, ചില ആക്ടേഴ്സ് അങ്ങനെ പോയിട്ടുണ്ട്, കല്യാണം കഴിച്ച് ഇനി അങ്ങോട്ടില്ല എന്ന് പോയിട്ട് വീണ്ടും തിരിച്ച് വന്നിട്ട് അഭിനയിച്ച് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേണ്ട, നമ്മളെന്തായാലും നമ്മുടെ പ്രൊഫഷനാണ്. ഞാൻ നീ ചെയ്യോ, ഒരു കുഴപ്പം. അത്ര തുറന്ന സമീപനമായിരുന്നു മനോജ്? വളരെ തുറന്ന സമീപനം. അല്ലാതെ ഒരു പൊസസീവ്നെസ് വേണേ ആ സമയത്ത് നമുക്ക് തെളിവുകളുണ്ട്. അത് ചെറിയ ചെറിയ ഷോകൾ, രാവിലെ പോയി വൈകുന്നേരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഷോകൾക്ക് അല്ല, ഷോ അല്ല, സീരിയൽ അന്ന് ചെയ്യുന്നുണ്ട്. അവർക്കൊരു സ്വന്തം സീരിയൽ ഉണ്ടായിരുന്നു. പിന്നെ തെലുങ്ക് സിനിമകളിലൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഹൈദരാബാദിന് പോകുന്നു, ഒറ്റയ്ക്കാണ് പോകുന്നത്, ഞാൻ കൂടെ ഒന്നും പോകാറില്ല, അവരുടെ കൂടെ കാണും. കന്നഡ സിനിമകൾ, ഇതിനിടയിൽ കൂടെ തമിഴ് സിനിമകൾ. ഒരുപാട് സാമ്പത്തിക ഭാരം എൻ്റെ തലയിൽ വന്നു, മനോജിൻ്റെ സിനിമകൾ തകർന്നു, എനിക്ക് അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരേണ്ട വന്നു. അത് ആ സങ്കടങ്ങളൊന്നും മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സിനിമകൾ എല്ലാം കുഴപ്പത്തിലായി, ഞാൻ മദ്രാസിൽ താമസം മാറി എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ കല്യാണത്തിൻ്റെ ആ സമയമാണ്. അപ്പോൾ അവരുടെയും കൂടെ നല്ല അഡ്വൈസിലാണ് ഞാൻ അന്ന് സിനിമകൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇനി ഉടനെ സിനിമ ചെയ്യേണ്ട, നല്ലൊരു അവസരം വരുമ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്താണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ വീണ്ടും ഒരു പ്രതിക്കൂട്ടിലാക്കുന്ന പോലെ സംസാരിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. എന്നാൽ ഇടയ്ക്ക് ചില സിനിമകൾ, പുനരധിവാസം പോലെ സിനിമകൾ വന്നപ്പോൾ ഞാൻ വീണ്ടും സജീവമായി തുടങ്ങി. തമിഴിലും അതിനോടൊപ്പം തന്നെ ധൂൾ സിനിമ വന്നപ്പോൾ തമിഴിൽ ക്ലിക്ക് ചെയ്തു. പിന്നെ ഞാൻ മദ്രാസിൽ ഇരുന്നുകൊണ്ട് തന്നെ എത്ര തമിഴ് സിനിമകൾ ചെയ്തു. 1 വർഷം ആണ് എന്നെക്കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. 1 വർഷം, ആ ഒരൊറ്റ വർഷം. മനോജിൻ്റെ വിവാഹ ജീവിതത്തെ പോലെ തന്നെ വിവാഹ മോചനവും സംഭവബഹുലമായിരുന്നു. മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായങ്ങളാണ്. പക്ഷേ ഒരു അഭിമുഖം അതിൻ്റെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അത്തരം രംഗങ്ങളിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. മനോജ് ഒന്ന് നോക്കിക്കോളൂ, ഒരുപക്ഷെ ആ രംഗങ്ങളിലേക്ക് ഒന്ന് ഊളിയിടുകയാണെങ്കിൽ. എത്തിയ ആ കോലം നിങ്ങൾ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മാന്യ പ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് എനിക്ക് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്, ഇപ്പോഴും ദുഃഖമുണ്ട്. പറയേണ്ടി വന്നത് ദുഃഖമുണ്ട്. കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ല, അന്ന് അവിടെ നിന്ന് എല്ലാവരും കണ്ട കാര്യമാണ്, നേരിട്ട് കണ്ട കാര്യമാണ്. മനോജ് എനിക്ക് മാനനഷ്ടമൊക്കെ ഒന്ന് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഇനി മാനനഷ്ട കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്നു. വീണ്ടും ഒരു മാനനഷ്ട കേസ് കൊടുക്കാനുള്ള അവസരം ആയിട്ട് ഉണ്ടാവരുന്നു മാത്രം. ഞാനതൊക്കെ മറക്കാനാകും. പക്ഷെ മുർവശി മറുപടി പറഞ്ഞു, മനോജിന് അങ്ങനെ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല. എന്തും കേൾക്കാൻ റെഡിയല്ലേ നമ്മൾ. ഇങ്ങനെ വിശാല മനസ്സ്. ഇങ്ങനെ ഈ പീഡനം എന്ന് പറയുന്ന ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് എൻ്റെ കരിയറിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മാനസികമായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എൻ്റെ സഹപ്രവർത്തകരും പ്രേക്ഷകരായിട്ടും ഒക്കെ ഉള്ളവരുടെ ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എത്രമാത്രം ചവിട്ടി താഴ്ത്താൻ പറ്റുമോ അത്രയും ശല്യം ചെയ്യുന്നുണ്ട്. ഈ ചെരുപ്പാണോ ഉപയോഗിച്ചത്? ഷൂസാണോ ഉപയോഗിച്ചത്? ചവിട്ടി താഴ്ത്താൻ വേണ്ടി. ഞാൻ ഈ കൊച്ചിയിലിരുന്ന് എവിടെ എൻ്റെ കാലിന് ഇത്ര നീളമുണ്ടോ സാർ? മദ്രാസിലിരിക്കുന്ന ഇവരെ ചവിട്ടി താക്കാനാണ്. എന്തെങ്കിലുമൊക്കെ പറയട്ടെ, ഒന്നും കുഴപ്പമില്ല. ഇതൊക്കെ പറഞ്ഞു പോയ കാര്യങ്ങളല്ലേ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഒക്കെ കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. ഞാൻ ഇതിനൊന്നും മറുപടി എന്നാൽ ഇതിനൊരു മറുപടി ഒരു ചാനലൊന്നും ചോദിച്ചാൽ ഞാൻ പറയത്തില്ല. അവിടെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എൻ്റെ പരിപാടി തീർന്നു. പിന്നെ ഇതിൻ്റെ പറയാൻ പോവില്ല. ഇനിയും എന്ത് വേണം പറയാം, ഒരു കുഴപ്പമില്ല. സത്യമാണ്. സത്യമേവ ജയതേ. സത്യം ജയിക്കുള്ളൂ സാർ, എവിടെയും എന്നും. ഈ ഒരു പ്രതിസന്ധി കണ്ടെത്തൽ മനോജ് വിചാരിച്ചു ഇത്ര പെട്ടെന്ന് സുഗമമായിട്ട് ഈ പ്രതിസന്ധി പിന്നോട്ട് തള്ളി വീണ്ടും തൻ്റെ അഭിനയ ജീവിതം ആ ഒരു സഫലമായ വഴിത്താരിയിലൂടെ നയിക്കാൻ പറ്റും? അതെയോ ഞാൻ ആകെ പ്രശ്നത്തിലേക്ക് പോവുകയാണ്? ഒരിക്കലും ഞാൻ തളർന്നിട്ടില്ല. കാരണം എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. സേഫ്, സുരക്ഷിത വലയത്തിൽ എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. അവിടെ തന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ മാറി. കോർട്ട് എനിക്ക് അനുകൂലമായിട്ട് തന്നെ ഇങ്ങനെ ഓരോ വിധിയും തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഇതായിരുന്നു. ഉർവശി എന്ന കലാകാരി എങ്ങനെയാണ് മനോജ് കാണുന്നത്? ഉർവശി എന്ന കലാകാരി ഞാൻ പറയാറുണ്ടല്ലോ, എവിടെയും പറയാറുണ്ടല്ലോ, ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഇനി വന്നാൽ. ബ്രില്യൻ്റ് ആക്ട്രസ് അല്ലേ, നല്ല ആക്ട്രസ്. ഒരുമിച്ച് അഭിനയിക്കാൻ വേണ്ടി ഒരു ഭാഗ്യം കിട്ടിയാലോ? ഒരുമിച്ച് അഭിനയിക്കാൻ ഭാഗ്യമായിട്ട് അഭിനയിക്കാൻ പ്രൊഫഷണല്ലേ, അതിനെന്താ കുഴപ്പമൊന്നുമില്ല. വളരെ ടെക്നിക്കലായിട്ടാണല്ലോ മനോജ് വർത്തമാനം. ഇല്ലല്ല, അത് എന്നാന്നറിയാം, ചിലപ്പോൾ അങ്ങനെ നല്ല റോളൊക്കെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത് തന്നെ. അവരുമായിട്ട് ഈ ഇന്റർവ്യൂ കാണുന്ന ഏതെങ്കിലും സംവിധായകന്മാർ ആ കുസൃതി ഒപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവർ വരട്ടെ. മകൾക്ക് വേണ്ടിയാണ് രണ്ടാമത് വിവാഹം കഴിച്ചത് മനോജ് ഇടയ്ക്ക് പറയുന്നത്. തീർച്ചയായിട്ടും
കാരണം എൻ്റെ അമ്മ മരിച്ചു, പെട്ടെന്ന് എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. അപ്പോൾ അമ്മയാണ് ഇവിടെ തൃപ്പൂണിത്തുറ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഭയങ്കര സമ്മർദ്ദത്തിലായി ഞാൻ ഒരു കല്യാണം ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇനി വേണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിമുട്ടി പോവാം. പക്ഷേ എനിക്ക് അതിൻ്റെ വിഷമതകൾ മനസ്സിലായി. കുഞ്ഞ് വലുതായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പലരും ഉപദേശിച്ചു, ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനെ ഒത്തുവന്ന ദൈവം അനുഗ്രഹിച്ച് കൊണ്ടുതന്ന കുട്ടിയാണ് ആശ. നിങ്ങൾക്കൊരു കുഞ്ഞും കൂടിയുണ്ട്. തീർച്ചയായും. ഇപ്പം എൻ്റെ പൊന്നുമോൻ അമൃത്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനും ആശയല്ല, കുഞ്ഞാറ്റയാണ്. അമൃതിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കുഞ്ഞാറ്റയാണ്. നിധി പോലെ കൊണ്ടു നടക്കുകയാണ്. MG ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എൻ്റെ മോളാണ് എനിക്ക് വലുത്, എൻ്റെ മോളെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അപ്പോൾ അച്ഛന് ഇതുപോലെ മോളെ സ്നേഹിക്കുന്നൊരു അച്ഛനാണല്ലോ ഇദ്ദേഹം എന്ന് തോന്നി. നല്ലൊരു അച്ഛനാണല്ലോ എന്ന് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പാട്ടോട് വന്നപ്പോൾ എവിടെയോ ഒരു സ്പാർക്ക് ഇങ്ങനെ കൊളുത്തി എന്ന് പറഞ്ഞു. ആശയ്ക്ക് വേണ്ടിയിരുന്നത് ഒരു ഭർത്താവ് മാത്രമല്ല, തൻ്റെ കുഞ്ഞിന് കൂടി നല്ലൊരു അച്ഛനായിരുന്നു. അതാണ് മനോജിനെ തീർച്ചയായും മനോജുമായിട്ടുള്ള ഒരു. അല്ലാതെ എന്നിലെ സ്റ്റാർഡമോ അല്ലെങ്കിൽ ഇപ്പോൾ ഗായകനോ ഒക്കെ രണ്ടാമതായിരുന്നു. പക്ഷേ എന്നിലെ അച്ഛനെയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു. പിന്നെ പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് ബന്ധമായിട്ടു അങ്ങനെ ഒരു ആലോചന വന്നു. മനോജ് പക്ഷേ സംഗീത രംഗത്ത് കുറച്ചുകൂടി ചൂടുവെക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. ഒരു ആൽബമൊക്കെ പുറത്തിറങ്ങുന്നു, പിന്നീട് മനോജ് പാട്ട് പഠിക്കാത്തതിൻ്റെ ഒരു വിഷമത്തിൽ വേണമെങ്കിൽ വൈകിട്ടില്ല, വേണമെങ്കിൽ സംഗീതത്തിലേക്ക് വേണമെങ്കിൽ ഒന്ന് മടങ്ങാം. സംഗീതം പഠിപ്പൊക്കെ ഇനി പ്രയാസമായിരിക്കും. മനോജെ, ഈ പാട്ട് മനോജ് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഇതെനിക്കിഷ്ടമായിരുന്നു. കാരണം ഇത് ഫേസ്ബുക്കിലൂടെ വന്നൊരു അവസരമാണ്. ഈ പ്രദീപ് സോമസുന്ദരൻ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തെ എനിക്കിഷ്ടമാണ്. മേരി ആവാസുനയിലൊക്കെ ഫസ്റ്റ് അടിച്ച ആൾ ഭയങ്കര ബഹുമാനമുള്ള ആളാണ്. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു ഒരു ഇൻബോക്സിൽ ഒരു മെസ്സേജ്, മനോജ്, ഞാൻ പുതിയൊരു ആൽബം ചെയ്യുന്നു, ഞാനാണ് സംഗീത സംവിധാനം, പല ബ്രില്യൻ്റായിട്ടുള്ള സിംഗേഴ്സ് എല്ലാം പാടുന്നു, ഒരു പാട്ട് മനോജ് പാടിത്തരാമോ? എപ്പോഴും പറയാറുന്ന പോലെ എന്നെ കൊണ്ട് പറ്റില്ല, അപ്പോൾ ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുഴപ്പം. എന്നാൽ ഞാൻ പിന്നെന്താ ചെയ്യാം എന്ന് പറയുന്ന പരിപാടിയില്ല. അത് വേണോ? വേണ്ട പ്രദീപ്, ഞാനത് സംഗീതമൊന്നും പഠിക്കാത്ത ആളാണ്. അത് നിങ്ങളുടെയൊക്കെ പാട്ട് പാടുമ്പോൾ സൂക്ഷിക്കണം, നല്ല സംഗതികളൊക്കെ ഉണ്ടാവും. ഏതല്ല, ഞാൻ പാട്ട് ഇട്ട് തരാം, പാട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ തന്നെ അയച്ചു തരാം. അയച്ചു തന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പാടാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനമാണ്. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് പുള്ളി പാവം CD ഒക്കെ ആയിട്ട് വന്നു. എറണാകുളത്തൊരു ചെറിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോ വെച്ച് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഈ പാട്ട് പാടി. അപ്പോൾ മനോജെ, നമ്മുടെ ഈ സംഭാഷണം സമയത്തിൻ്റെ കുറവ് കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. അവസാനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്. നവസിനിമകളെക്കുറിച്ചും മറ്റൊരുപാട് കാര്യങ്ങൾ. മനോജിൻ്റെ ക്യാരക്ടറിനെ അനലൈസ് ചെയ്യാൻ ഇനി ഒരുപാടുണ്ട്. പക്ഷേ ഇനിയും ഇതുപോലെ മനോജ് സ്റ്റുഡിയോയിൽ വരുമെന്നുള്ള ഒരു ഉറപ്പ് തന്നിട്ടില്ലേ? തീർച്ചയായിട്ടും. ആ ഒരു ഉറപ്പിൻ്റെ മുകളിൽ നമുക്ക് ഈ സംഭാഷണം തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും.